കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. ഏതാണ്ട് 50% അടുത്ത് വരുന്നതാണ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളൊക്കെ. അതിൽ തന്നെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. ഇത്തവണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ല. അതിനവർ പറയുന്ന കാരണം തങ്ങൾ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ്, സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള പണമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങളുടെ പിന്തുണ ആർക്ക് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവന നാളെ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും അതിനു മുമ്പ് തന്നെ ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ കേരളത്തിൽ ആകെ പോൾ ചെയ്തതിൻ്റെ 1% വോട്ട് SDPIക്ക് ഉണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും SDPI വോട്ടുകൾ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ. ഇവിടെ LDFും UDFും പരസ്യമായി SDPIയുടെ പിന്തുണ ആവശ്യപ്പെടുന്നില്ല എങ്കിൽ പോലും രഹസ്യമായി അനവധി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ മാർച്ച് 28-ന് UDFിലെ ചില മുതിർന്ന നേതാക്കൾ SDPIയുടെ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ SDPIയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ UDFിന് ആയിരിക്കുമെന്നൊരു സൂചന വരുന്നു. ഈ ഒരു പ്രസ്താവന ഒരുപക്ഷെ നാളെയോ വരും ദിവസങ്ങളിലോ SDPIയുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഇല്ലെങ്കിൽ SDPI ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിനോടിടയിൽ തന്നെ LDFിൻ്റെ UDFിൻ്റെ നേതാക്കൾ SDPIയുടെ നേതാക്കളുമായി പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. ഈ മാർച്ച് 28-ന് നടന്ന ചർച്ചയിലാണ് ഏകദേശ ധാരണയായി എന്ന് പുറത്തു വരുന്ന സൂചന. ഏതായാലും കാത്തിരിക്കാം. SDPIയുടെ പിന്തുണ പരസ്യമായി അവർ പ്രഖ്യാപിച്ചാലും പരസ്യമായി തന്നെ UDF അത് സ്വീകരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. LDFിനെ അത് എത്രത്തോളം അലോരസപ്പെടുത്തുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട. ഏതായാലും SDPI മത്സരിച്ചില്ല എങ്കിലും തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.